ആദ്യമേ തന്നെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ആൻമരിയ. സ്ഥലം കൊല്ലം ജില്ലയിൽ പത്തനാപുരം എന്ന മാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിവിടെ 2022 ജൂലൈ 2-ാം തീയതിയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്, ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് മെയ് മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയായിരുന്നു. അന്ന് എനിക്ക് സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജൂലൈ 1-ാം തീയതി വെളുപ്പിനെ മാതാവിനെയും തിരുക്കുമാരനെയും ഞാൻ കണ്ടു. അന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി 2ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോഴാണ് എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ സാധിച്ചത്. ഞാനൊരു 28 വർഷത്തോളം ഞാനിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു ഈശോയെ സ്വീകരിക്കണമെന്ന്. അങ്ങനെ ഞാൻ ആ വിശ്വാസത്തിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ എനിക്ക് ആൻമരി എന്ന പേര് ഞാൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ പേര് ഓമനയെന്നാണ്. അപ്പോൾ ഈ ഈശോയെ സ്വീകരിക്കാനുള്ള വലിയ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും എൻ്റെ ആഗ്രഹവും. എന്നും ഈശോയോട് ചേർന്ന് മാതാവിനോടും ചേർന്ന് ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് എനിക്കുള്ളത്. അത് കഴിഞ്ഞ് 2ാമത് എൻ്റെ മോടെ വീട്ടിലെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഞാൻ അവിടെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ അവിടെ വെള്ളം വന്നു. ഇതുവരെ ആ വെള്ളം അവിടെ ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ വെള്ളമായി എല്ലാം സാധിച്ചു തന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു 5 കടന്തൽ എന്നെ കുത്തി. അപ്പോൾ ഈ 5 കടന്തൽ കുത്തിയപ്പോൾ എനിക്ക് നല്ല വേദനയും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ചു. അപ്പോൾ ഈ കുരിശ് വരച്ച് കഴിഞ്ഞ ഉടനെ എൻ്റെ ആ വേദന മൊത്തം മാറി, ഒരു പാട് പോലും ഇല്ലാതായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കാല് അങ്ങ് നല്ല കുഴിയിൽ താഴ്ചയിൽ പോയി തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഞാനത് ഹോസ്പിറ്റലിലൊന്നും പോയല്ല. കാല് വേദന ഉണ്ട്, പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടും വീട്ടിൽ പൊടി പിള്ളേരുണ്ടായത് കൊണ്ടും ഞാൻ പോയില്ല. പോയ ഒരു മാസത്തേക്കുള്ള കിടക്കാനുള്ള വകുപ്പുണ്ട്. അപ്പം ഞാനത് പോയില്ല. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് സന്ധ്യ ആകുമ്പോഴാണ് അത് അതികഠിനമായ വേദന വരുന്നത്. അപ്പോൾ എന്നാലും ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ജപമാല മുടക്കിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലും, ബൈബിള് വായിക്കും. 1 മണിക്കൂർ കൂടുതലൊക്കെ ഞാൻ ബൈബിള് വായിക്കുന്ന സമയങ്ങളുണ്ട്. എന്നാലും 1/2 മണിക്കൂർ കുറയാതെ എന്തായാലും വായിക്കും. പിന്നെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രം ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ ഉടമ്പടി തൈലം വെച്ച് മൊത്തം പത്രത്തിലും കുരിശ് വരയ്ക്കും. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഈ പത്രം ആരുടെ കയ്യിലാണോ എത്തിക്കേണ്ടത് അവരുടെ കയ്യിൽ എത്തിക്കണേന്ന് പറയും. എന്നിട്ട് ഞാൻ കാശ് രൂപം വരുമ്പോഴെല്ലാം 10, 5 എൻ്റെ അനുസരിച്ച് ഞാൻ വാങ്ങിക്കുമായിരുന്നു. ഇത് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും എവിടെ യാത്ര ചെയ്യുമ്പോഴും പോകുമ്പോഴും എല്ലായിടത്തും ഞാനിത് കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തതിൽ ഒരു സഹോദരിക്കാണെങ്കിൽ നല്ല സുഗന്ധാഭിഷേകം കിട്ടി. ആ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പല രോഗികളെയൊക്കെ പോയി ഹോസ്പിറ്റലിൽ പോയി ഈ ഉടമ്പടി തൈലം ഉപ്പും തേനും ഒക്കെ കൊടുത്ത് അവരെ പ്രാർത്ഥിച്ച് അവരെ പരമാവധി ഞാൻ സഹായിച്ചിട്ടുമുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് അവർക്കും പത്രമൊക്കെ കൊടുത്ത് കാശ് രൂപ കൊടുത്ത് അങ്ങനെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പിന്നെ പള്ളിയിൽ 2 ആഴ്ച കൂടി ഞാൻ കുമ്പസാരിക്കും. അത് ഞാൻ ഒരു പ്രാവശ്യം ഈ ഗ്രേ കളർ മാതാവിനെ കണ്ടു. ആ മാതാവ് അന്ന് എന്നെ കൊണ്ടുപോയി ഒരു ഈശോയുടെ അടുത്താണ് നിർത്തിയത്. ഇപ്പം ഞാൻ ആ പള്ളിയിലാണ് ഞാൻ ഞായറാഴ്ച എൻ്റെ ഇടവക പള്ളിയായിട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഒരു 14 പ്രാവശ്യത്തോളം മാതാവിനെ ഈശോയെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ തന്നെയാണ് കാണുന്നത്. അതൊരു മാറി ഓരോ പല രൂപത്തിലെ മാതാവ് ഇങ്ങനെ പോകുന്നതായിട്ട് ഞാൻ കണ്ടു. പിന്നെ 4 പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. ഒരു 4 വർഷത്തോളം ഞാൻ ജോസഫ് സ്വപ്നം കണ്ടു. അപ്പോൾ ഈ അച്ഛനാണെങ്കിൽ പിന്നെ ഈ 25 ജനുവരിയിൽ എന്നെ ഞാൻ കണ്ടു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ഈ ഉടമ്പടി സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ചാണ് എന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛൻ അന്നേരം ഞാൻ അങ്ങനെ 4 വർഷം അച്ഛനെ സ്വപ്നം കണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ എനിക്കത് ഏറ്റവും എൻ്റെ ഒരേ ആഗ്രഹം എനിക്ക് എൻ്റെ ഈശോയോടും മാതാവിനോടും ചേർന്ന് ജീവിക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്നും എനിക്ക് വചനം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വചനം പറയുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കും, വചനം പഠിക്കാനുള്ള കൃപ തരണേന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ വചനമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വചനം പറയാം. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പശുആത്മനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു.
പിന്നെ സങ്കീർത്തനം 121:1-2 പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അങ്ങനെ വചനം പഠിക്കാൻ എനിക്ക് കുറേ വചനമൊക്കെ പഠിക്കാൻ പറ്റും. ഞാൻ എന്നും പ്രാർത്ഥിക്കുക, എനിക്ക് വചനം പഠിക്കാനുള്ള കൃപ തരണമെന്ന്. എനിക്ക് നിത്യതയോളം എനിക്ക് മാതാവിനോട് ഈശോയോടും ചേർന്ന് ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ എനിക്ക് ഉള്ളൂ. അങ്ങനെ സങ്കീർത്തനം 73:25 പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങല്ലാതെ എനിക്ക് മറ്റാരും ഉള്ളത്, ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ മറ്റാരെയും ആഗ്രഹിക്കുന്നില്ല. ഇത്രയും എൻ്റെ മാതാവ് ഈശോയും പിന്നെ എനിക്ക് വേറെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് എൻ്റെ കൂടെ ആൾക്കാർ വന്നിട്ടില്ലാത്തതുകൊണ്ടും പിന്നെ കുറേ ആൾക്കാർ ഉടമ്പടി വന്ന് ഇവിടെ എടുത്തിട്ടുണ്ട്, പിന്നെ ഇനി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാശ് രൂപം പത്രം കൊടുക്കുമ്പോൾ ഒരുപാട് പേര് ബസ്സിൽ ഇരുന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. ഇത് മാതാവാണ് എനിക്ക് കൊണ്ട് തന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് മാതാവ് ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി. ത്രിയേക